നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആക്രമണ കാരണങ്ങൾ വിചാരണ കോടതി തള്ളി. ദിലീപിന് നടിയോട് ശത്രുതയുള്ളതായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന കോടതി. ഗൂഢാലോചന തെളിയിക്കുന്ന സാക്ഷിമൊഴികളും കോടതി വിശ്വാസത്തിലെടുത്തില്ല. കേസിൽ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രോസിക്യൂഷൻ. ഇതിനിടെ കേസിന്റെ വിധി ചോർന്നുവെന്ന ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് പരാതി നൽകി. നടിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടാനായിരുന്നു പ്രതികളുടെ ശ്രമം എന്നാണ് വിചാരണ കോടതി നിഗമനം. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി അശ്ലീല ദൃശ്യങ്ങൾ പകർത്താൻ പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തതായും ദിലീപിന്റെ ശത്രുതയാണ് ഇതിന് കാരണമെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ്. ആവശ്യമായ തെളിവില്ലെന്ന് വിലയിരുത്തിയാണ് ദിലീപിനെ കോടതി വെറുതെ വിട്ടത്. കേസുമായി ദിലീപിനെ ബന്ധിപ്പിക്കുന്നതിന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ കോടതി നിഷേധിച്ചു. ദിലീപിനെ ഒന്നാം പ്രതി പൾസർ സുനിയുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ലെന്നും കോടതി പറയുന്നുണ്ട്. ഗൂഢാലോചന നടന്ന അവാദ് പ്ലാസയിലെ ദിലീപ് താമസിച്ചിരുന്ന മുറിയിൽ പൾസർ സുനി എത്തിയതിന് തെളിവില്ല. തൃശ്ശൂരിലെ ഹോട്ടൽ, സിനിമാ ലൊക്കേഷൻ, ടെന്നീസ് അക്കാദമി, തൊടുപുഴ ശാന്തിഗിരി കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗൂഢാലോചനയുടെ ഭാഗമായി പൾസർ സുനിയും ദിലീപും കണ്ടുമുട്ടിയെന്നതിനും കൃത്യമായ തെളിവില്ലെന്നും കോടതി പറയുന്നു. അതേസമയം ദിലീപിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് പറയാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തിയിട്ടുണ്ട്. കേസിൽ വിചാരണ കോടതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് പ്രോസിക്യൂഷൻ. നടിയെ ആക്രമിച്ച കേസിൽ അപ്പീൽ പോകുമെന്നും പ്രോസിക്യൂഷനുമായും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായും വിശദമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കുമെന്നും നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുവെ അത് സംബന്ധിച്ച് രണ്ട് ഭാഗത്തും തൃപ്തികരമല്ല. ശക്തമായിട്ടുള്ള നിലയിൽ അപ്പീലുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് പ്രോസിക്യൂഷനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കും. ഒരു സ്ത്രീയുടെ കൊട്ടേഷനാണെന്ന് ഒന്നാം പ്രതി അതിജീവിതയോട് പറഞ്ഞതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടായിട്ടില്ലെന്നും വിധിന്യായത്തിൽ കോടതി വിമർശിക്കുന്നുണ്ട്. 1714 പേജുള്ള വിധിന്യായമാണ് കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രസ്താവിച്ചിട്ടുള്ളത്. കൈരളി ന്യൂസ്, കൊച്ചി.